യോശുവയുടെ പുസ്തകം 19 അധ്യായം. രണ്ടാമത്തെ നറുക്ക് ശിമെയോന് കുടുംബമായി ശിമെയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ആയിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മൊലാദ, ഹസർ ഷൂവാൽ, ബാല, ഏസെം, എൽദോലത്ത്, ബേദൂൽ, ഹോർമ, സിക്ലാഗ്, ബേത് മർക്കാബോത്ത്, ഹസർ സൂസ, ബേത് ലെബായൂത്ത്, ഷാരൂഹേൻ, ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അയീൻ, റിമ്മോൻ, ഏദർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമെയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ശിമെയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമെയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബുലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെയായിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബ്ബേശത്ത് വരെ ചെന്ന് യോഗ്നയാമിനെതിരെയുള്ള തോട് വരെയായിരുന്നു. സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് തബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് താബേരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫറിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നേയ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാദോത്ത് വടക്കുവശത്ത് തിരിഞ്ഞ് ഇഫ്താവ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താഹ്, നഹല്ലാൽ, ഷിംറോൻ, ഇദല, ബെത്ലഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശങ്ങളായി പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസാഖാരിന് കുടുംബമായി ഇസാഖാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രയേൽ, കെസുല്ലോത്ത്, ശൂനേം, ഖഫാരയീം, ഷിയോൻ, അനാഹരാത്ത്, രബീത്ത്, കിഷ്യോൻ, ഏബസ്, രേമത്ത്, ഏൻ ഗന്നീം, ഏൻ ഹദ്ദ, ബേത് പസേസ് എന്നിവയായിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത് ഷമേഷ് എന്നിവയിൽ എത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേദൻ, അക്ലാഫ്, അല്ലമേലക്, അമാദ്, മിഷാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിന്റെ നേരെ ബേത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലിലും ബേത്ത് ഏമേലക്കിലും നെയ്യിലയിലും ഇസ്താഹ് ഏഴ് താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, റേഹോബ്, അമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്ക്, രേഹോബ് മുതലായ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ സാനനീമിലെ കരുവേലകവും തുടങ്ങി അദാമീനേക്കലിലും യബ്നോനിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാനങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന് തെക്കുവശത്ത് സെബൂലിനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർദാൻ യഹൂദയോടും തൊട്ടിരുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായി സിദ്ദീം, സെയർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നേരത്ത്, അദമ, രാമ, ഹാസോർ, കേദേശ്, എദ്രയി, ഏനസോർ, ഇഷോൻ, മിഗ്ലത്ത് ഏൽ, ഹോരേം, ബേത്തനാത്ത്, ബേത് ഷേമേഷ്, ഇങ്ങനെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശങ്ങളിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശ ദേശം സോര, എസ്തയോഷ്,
ഈർഷെമേഷ്, ഷാലബീൻ, അയാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽദക്കെ, ഗിബദോൻ, ബാലാക്ക്, ഹിസൂർ, ബേനെ ബരാക്ക്, ഗത്ജുമോൻ, മേയർകോൻ, രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലെഷേമിലേക്ക് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു. ലേഷമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിന് പകരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളുമാകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിതു, അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരും പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. സദൃശ്യവാക്യങ്ങൾ 18. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവും ഒഴുക്കുള്ള തോടും ആകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂഢന്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു, അവന്റെ വായ് തല്ലു വിളിച്ചു വരുത്തുന്നു. മൂഢന്റെ വായ് അവന് നാശം, അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണനു കണി. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിന്റെ അറകളിലേക്ക് ചൊല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അതവന് ഉയർന്ന മതിൽ ആയി തോന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വിൽക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. തൻ്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും, എന്നാൽ അവൻ്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദരിദ്രൻ യാചനാ രീതിയിൽ സംസാരിക്കുന്നു, ധനവാനോ കഠിനമായ ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചേർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിലും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്നുവെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീർന്നു.
എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവിൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസ്സാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കിയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല.